ദിവസവും ഇപ്പോൾ മലയാള മാധ്യമങ്ങളിൽ നമ്മൾ കേൾക്കുന്ന പേരാണ് ഗാസയിൽ പട്ടിണി മൂലം കുട്ടികൾ മരിക്കുന്നു എന്നുള്ളത്. പട്ടിണി മൂലം കുട്ടികൾ ഗാസയിൽ മാത്രമാണോ മരിക്കുന്നത്, അല്ലെങ്കിൽ ഗാസ അല്ലെങ്കിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്ന രാജ്യങ്ങളിൽ കുട്ടികൾ മരിച്ചാൽ മാത്രമേ ഇവിടെയുള്ള മാധ്യമങ്ങളുടെ നാക്ക് ചലിക്കുകയുള്ളൂ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കേണ്ട സമയമാണ്. കാരണം ഗാസയിൽ മാത്രമല്ല, പാകിസ്ഥാനിലും ധാരാളം കുട്ടികൾ ഈ യുദ്ധം നടക്കുന്നത് കൊണ്ട് മരിക്കുന്നുണ്ട്. അത് പല തരത്തിലുള്ള യുദ്ധമാകാം. യമനിൽ മരിക്കുന്നു, സിറിയയിൽ മരിക്കുന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ മരിക്കുന്നുണ്ട്, അങ്ങനെ പല സ്ഥലത്തും മരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നടക്കുന്ന, അതായത് ഫലസ്തീനിൽ മരിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് നമ്മുടെ കേരളം വില കൊടുക്കുന്നത്. ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും യാതൊരുവിധ പ്രത്യേകതയുമില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അഫ്ഗാനിസ്ഥാനിലെ കുട്ടികൾക്ക് വർത്തമാനത്തിലും ഭാവിയിലും ഒരു വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് യൂണിസെഫ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനികൾ പുറത്താക്കപ്പെട്ടിരുന്നു. അങ്ങനെ പുറത്താക്കപ്പെട്ട അഫ്ഗാൻ അഭയാർത്ഥികൾക്കും അവരുടെ കുട്ടികൾക്കും മതിയായ ആരോഗ്യ സംരക്ഷണമോ വെള്ളമോ ലഭിക്കുന്നില്ലെന്നും അവിടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെ അന്തരീക്ഷത്തിലാണെന്നും അഫ്ഗാൻ ഖമം പ്രസ് വിവരമറിയിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സഹായ സംഘടനയായിട്ടുള്ള യൂണിസെഫും ജപ്പാനും അവിടേക്ക് സഹായം അയക്കുന്നുണ്ട്. പക്ഷേ ആ സഹായം പോലും പാകിസ്ഥാൻ മുടക്കുകയാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന ആഭ്യന്തര യുദ്ധം അഫ്ഗാനിസ്ഥാനെ തകർച്ചയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. താലിബാൻ അവിടെയുള്ള കുട്ടികളെ വളരെ വലിയ രീതിയിൽ പീഡിപ്പിക്കുന്നു. ദാരിദ്ര്യവും പട്ടിണിയും വ്യാപകമാണ്. അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ എന്നൊന്നില്ല. കുട്ടികൾക്ക് അവസരങ്ങളില്ല. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് സഹായം അയക്കുമെന്ന് യൂണിസെഫ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും യൂണിസെഫ് ആ സഹായം അയക്കുന്നില്ല. അയച്ചാൽ തന്നെ പാകിസ്ഥാനും താലിബാനും ചേർന്നത് മുടക്കുകയാണ്. ഇപ്പോൾ ജപ്പാൻ സഹായം അയച്ചിട്ടുണ്ട്. അതിൽ ആരോഗ്യ സൗകര്യങ്ങളും മറ്റ് സഹായങ്ങളും ഉൾപ്പെടുന്നു. പക്ഷേ അത് പര്യാപ്തമല്ല എന്നുള്ളതാണ് വസ്തുത. പാകിസ്ഥാനിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അഫ്ഗാൻ അഭയാർത്ഥികളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അവരിൽ ഒരാളായ ഷംസ് ബീബി അവർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞത്, ഈ ശീതകാലം വരികയാണ്, ഞങ്ങൾക്ക് അഭയം തേടാൻ വീടില്ല, ഞങ്ങളുടെ കുട്ടികൾക്ക് വിശക്കുന്നു, അവർ മരണപ്പെടും എന്നാണ്. കുറച്ചു കാലം മുമ്പ് ഇന്ത്യ 5000 മെട്രിക് ടൺ ഗോതമ്പ് അങ്ങോട്ടേക്ക് അയച്ചിരുന്നു. അതും ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. ഇന്ത്യ വീണ്ടും സഹായിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ ഭക്ഷ്യക്ഷാമത്തിൻ്റെയും ജലക്ഷാമത്തിൻ്റെയും പ്രതിസന്ധി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഗോതമ്പ് എവിടെ നിക്ഷേപിക്കും എന്ന ആശയക്കുഴപ്പവും അവർക്കുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.